എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ ഇ പോസ് മെഷീൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടൂല. ശരിയല്ലേ? എല്ലാ മാസവും 2.5 ലക്ഷം കോടി രൂപയുടെ കേരയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞ് സാധാരണക്കാരെ തല്ലി അവരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റിയിട്ട സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ഇ പോസ് മെഷീൻ നേരാമണ്ണം പ്രവർത്തിക്കാത്തതുകൊണ്ട് മാസത്തിലെ ആദ്യത്തെ ഒരാഴ്ച റേഷൻ മുടങ്ങുന്ന കേരളം. ഇവർ പറയുന്ന 1-ാം സ്ഥാനത്താണ്. പിണറായി വിജയൻ പറയുന്ന കേരളത്തിലെ ആരോഗ്യരംഗം 1-ാം സ്ഥാനത്താണ്. ഇത് പറഞ്ഞതിന്റെ 2-ാം ദിവസം പുള്ളി അമേരിക്കയിലെ ചികിത്സയ്ക്ക് പോകുന്നതിന്റെ തലേദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത്. അല്ലേ? ഇവര് അതിസമ്പന്നന്മാർ, അതായത് ഉടക്കത്തെ പൈസയുള്ളവന്മാർ ചികിത്സിക്കാൻ ക്യൂ നിൽക്കുന്ന സ്ഥലം, ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് സർക്കാർ ആശുപത്രി. രോഗിയുടെ കൂട്ടിരിപ്പുകാർക്ക് പാമ്പ് ഏൽക്കുന്ന സർക്കാർ ആശുപത്രി, കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്ന സർക്കാർ ആശുപത്രി, PPE കിറ്റും മാസ്കും മേടിച്ചാൽ 1000 കോടി രൂപയുടെ അഴിമതി നടത്തിയ സർക്കാർ ആശുപത്രി, 1200 കോടി രൂപയുടെ ബ്ലീച്ചിങ് പൗഡർ അഴിമതി നടത്തിയ സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ, മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് മനുഷ്യന്മാർ മരിക്കുന്ന സർക്കാർ ആശുപത്രി, CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ 23 മണിക്കൂർ ഒരു ലിഫ്റ്റിൽ പെട്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഒരു സ്വിച്ച് അമർത്താൻ പോലും ഒറ്റ ആളുണ്ടായില്ല. ജാതി മതമൊന്നും ഇല്ലാന്ന് ഇവർ പറയുന്നത്, ദൈവമൊന്നും ഇല്ലെന്നാണ് CPIയുടെ നേതാക്കന്മാരൊക്കെ പറയുന്നത്. അന്ന് രാത്രി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പ്രാർത്ഥനയും പൂജയായിട്ട് കൂട്ടിക്കുകയാണ്. പരിപാടി നിർത്തി. മനസ്സിലായില്ല? ഒരു മനുഷ്യനില്ല. കുട്ടികളുടെ ആശുപത്രിയിൽ വെണ്ണും പാലും കൊടുത്തതിന്റെ കാശ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പദ്ധതി അങ്ങനെ നിർത്താക്കി. അപ്പൊ പിന്നെ വെണ്ണും പാലും കൊടുക്കണ്ടല്ലോ, കാശും കൊടുക്കണ്ട, പരിപാടി നിർത്തിലാക്കി. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, സൂചിയില്ല, നൂലില്ല, എന്തിന് ചോരയും ചലവും തുടയ്ക്കാൻ പഞ്ഞി പോലും രോഗികൾ സ്വന്തമായിട്ട് മേടിക്കേണ്ട ഗതികേടാ. മരുന്നില്ല, എല്ലാത്തിനും ക്ഷാമമാണ്. പക്ഷെ സർക്കാർ പറയുന്നത് 1-ാം സ്ഥാനത്താണെന്ന്. അതിസമ്പന്നന്മാർ കൊതിയോടെ കാത്തു നിൽക്കുന്ന ഇടങ്ങളാണ്, ചികിത്സിക്കാൻ കൊതിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സർക്കാർ ആശുപത്രി എന്ന് പറയാം. അങ്ങനെയുള്ള സർക്കാർ ആശുപത്രിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കേരളത്തില് EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ വിവിധ മുഖ്യമന്ത്രിമാർ, വിവിധ മുന്നണികൾ ഭരിച്ചിട്ടുണ്ട്. ആംബുലൻസിൽ ഒരു രോഗി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് കോവിഡ് കാലത്ത് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ്. ICUവിൽ ഒരു രോഗി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ICUവിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന രോഗിയെ CPMന്റെ സർക്കാർ സർവീസ് സംഘടനയുടെ നേതാവ്, CPM അനുകൂല നേതാവ് പീഡിപ്പിച്ചത്. ഇതൊക്കെ നടന്നത് പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുമ്പോഴാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഓർമ്മിപ്പിക്കണം. സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കണം. സാധാരണക്കാരെ അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു സർക്കാർ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ അവഗണിക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 10-12 ദിവസം രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാ നമ്മൾ രാഷ്ട്രീയം പറയാം? ഇവരൊരു പ്രകടന പത്രികയുമായിട്ട് വരുമ്പോ നമ്മളെല്ലാം മറന്ന് ആ പ്രകടന പത്രിക മേടിച്ചു വെക്കുകയും ആ സ്ഥാനാർത്ഥി കുഴപ്പമില്ല, പാവമാണ് എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങളൊക്കെ എവിടെയായിരുന്നു? നമ്മളെ കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ചപ്പോ ഈ പാവങ്ങൾ എവിടെയായിരുന്നു? 1,05,00,000 ആഡംബര വാഹനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വടക്കുന്ന് തെക്കോട്ട് ഒരു യാത്ര നടത്തി. ഇല്ലേ? സഞ്ചരിക്കുന്ന കാഴ്ച ബംഗ്ലാവാണ്, അല്ലേ? 360 ഡിഗ്രി തിരിയുന്ന കസേര, സഞ്ചരിക്കുന്ന കക്കൂസ്, മ്യൂസിയത്തിലേക്കുള്ള യാത്രയാണെന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിച്ച് അത് കണ്ട് ചിരിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നൊക്കെ പറഞ്ഞ് പള്ളിക്കൂടത്തിന്റെ മതിൽ പൊളിച്ച് സർക്കാർ ഓഫീസിന്റെ ഗേറ്റ് പൊളിച്ചൊക്കെ വന്നില്ലേ? നവകേരള സൃഷ്ടിക്കാൻ വന്നേ. ഈ നവകേരള സൃഷ്ടിക്ക് വന്നപ്പോ ഈ കാലടിയിൽ 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പനി കൂടിയപ്പോ ഒരു അപ്പം മരുന്ന് മേടിക്കാൻ പോയി. പനി കൂടിയപ്പോ മരുന്ന് മേടിക്കാൻ പോയ അപ്പനെ രാത്രി 10:30 വരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി. പിണറായി വിജയന്റെ സെക്യൂരിറ്റിക്ക് വീഴ്ചയുണ്ടാകുമെന്നും പറയും. തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് പറഞ്ഞോ? നമ്മൾ പറഞ്ഞോ? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മരുന്ന് മേടിക്കാൻ പോകണമെങ്കിൽ ഇവന്റെയൊക്കെ അനുവാദം വേണമെന്ന് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ. കറുത്ത ഷർട്ട് ഇട്ടതിന്റെ പേരില്ല, സമരം ചെയ്തതിന്റെ പേരില്ല ഞങ്ങളൊക്കെ 10 ദിവസം അകത്ത് കിടന്ന് പാസ്പോർട്ട് പോലും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല, അന്ന് പിടിച്ചു വെച്ചിട്ട്. ഞാൻ പറഞ്ഞ നാട്ടിലെ സാധാരണക്കാർ 10 രൂപ കൊടുത്ത് മേടിക്കുന്ന മാസ്കിന്റെ നിറം കറുപ്പായി അപ്പം നമ്മൾ ജയിലിൽ പോകും. കറുത്ത പാൻറിട്ട, കറുത്ത ഷർട്ട് ഇട്ട എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ സഹിക്കേണ്ടി വരുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കണം.